ഉണ്ടല്ലേ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിൻപോളി അതിവിടെ കിട്ടി. ഫീൽ ഗുഡ് ഉണ്ട്, കോമഡി ഉണ്ട്, ചിരിച്ചോണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന നിവിൻ എങ്ങനെ അതേ കണക്ക് പടത്തിലുണ്ട്. വെൽക്കം ബാക്ക്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ മലയാളികൾ കാത്തിരുന്ന എന്റർടൈനർ നിവിൻ പോളിയുടെ കംബാക്ക് ബ്ലോക്ക് ബസ്റ്റർ കോംബോ അജു വർഗീസുമായിട്ട് ചേർന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈനറുമായിട്ട് നിവിൻ പോളി എത്തുന്നു. സർവമായ ഡയറക്ടർ ബൈ അഖിൽ സത്യൻ. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻസ് ചോദിച്ചു നോക്കാം. സർവമായ കാണാൻ പോകുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ സർവമായ റിവ്യൂല്. നിവിൻ പോളിയുടെ അജു വർഗീസിന്റെ കോംബോ എങ്ങനെയുണ്ട്? സൂപ്പർ കോംബോ, മനസ്സ് നിറഞ്ഞു. കാരണം നമ്മൾ കുറെ കാലമായി മിസ് ചെയ്തിരുന്നൊരു നിവിൻപോളി ഉണ്ടല്ലേ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിൻപോളി അതിവിടെ കിട്ടി. കംബാക്ക് തീർച്ചയായിട്ടും കൂട്ടച്ചിരിയായിരുന്നു തിയേറ്ററിൽ. ഭയങ്കര രസമാണ്. അവരുടെ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം അജു വർഗീസ് നിവിൻപോളി കോംബോ തകർത്തിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആണോ? അതൊരു ഫീൽ ഗുഡ് ഉണ്ട്, കോമഡി എല്ലാം എന്റർടൈനർ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുവരെ എല്ലാം നന്നായിട്ടുണ്ട്. അതായത് നമ്മള് മിസ് ചെയ്തിരുന്ന നിവിൻപോളി ഉണ്ടല്ലേ അതിവിടെ കിട്ടി. പുള്ളിയുടെ ഓഡിയൻസ്, ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് എവിടെയും പോയിട്ടില്ല. പുള്ളി ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് അത് ഇപ്പോഴും നല്ല നല്ല സിനിമകൾ ചെയ്യണം. ഇതുപോലെ ഓഫ് ബീറ്റ് പടം ചെയ്യാതെ ഇത് എന്റർടൈൻമെന്റ് സിനിമകൾ ചെയ്യണം. ഓക്കെ ബ്രോ. ഉണ്ട്, കോമഡി ഉണ്ട്, കോമഡി ഉണ്ട്. ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആണോ? അതെ, ഫീൽ ഗുഡ് ടൈപ്പ് മാറി വരുന്നുണ്ട്. ഒരു നിവിൻ പോളി അജു വർഗീസ് അവരുടെ കോംബോ എങ്ങനെയുണ്ട്? കോംബോ കൊള്ളാം, പഴയ പോലെ തന്നെ. സ്റ്റോറി ഒക്കെ പറയാനാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ടൈപ്പിൽ എങ്ങനെ ഹൊറർ മൂഡാണ്? ഫീൽ ഗുഡ് ടൈപ്പ് പോകുന്നുണ്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഓക്കെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഐറ്റം, അതായത് നിവിൻ പോളിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കോമഡി എല്ലാം വർക്ക് ആവുന്നുണ്ടോ? കോമഡി എല്ലാം വർക്ക് ആവുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് സിനിമ ഒരു ഹോൾ കൊണ്ടുവന്നേരാണ്. അത് നിവിൻ തന്നെയാണ് മൊത്തത്തിൽ കൊണ്ടുവന്നത്. നിവിനുണ്ട്, അജു ഉണ്ട്, ബാക്കി ഹോൾ ആക്ടേഴ്സ് എല്ലാം. കോമഡി സ്റ്റോറിയിൽ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു പോസിറ്റീവ് ഫ്രഷ്നെസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ള കണക്ട്. സസ്പെൻസ് കൊണ്ടുവന്ന ഹൊറർ ഒക്കെ ഉണ്ടല്ലേ? സസ്പെൻസ് അല്ല, നമുക്കൊരു ഒരു പടം നമ്മൾ പിടിച്ചിരുന്നുണ്ട്. നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു ഓവറോൾ ഒരു നല്ലൊരു പടം. നല്ല പടം. ലാഗൊന്നുമില്ലല്ലോ? ലാഗൊന്നുമില്ല, എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന നിവിൻ എങ്ങനെ അതേ കണക്ക് പടത്തിലുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു തിരിച്ചു പ്രതീക്ഷയോ? ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ നിവിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല നിവിന്റെ അജു കോംബോ ഒക്കെ നന്നായിട്ടുണ്ട്. കോമഡി ഒക്കെ വർക്ക് ആവുന്നുണ്ടോ? ഉണ്ട്, നല്ല കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് കണ്ടോണ്ടിരിക്കാൻ. രസമാണെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ കൊള്ളാം. നിവിൻ പോളിയുടെ നിവിൻ പോളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു കംബാക്ക് ലെവൽ ഉണ്ടോ? അതോ കംബാക്കിന് സ്റ്റോറിയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഒരു സ്ഥിരം സത്യനന്ദിക്കാട് ആ മൂടാണോ പടം? തെന്നന്തിക്കാടന്റെ മോനല്ലേ അത് തന്നെ. പാച്ചു അത്ഭുത വിളക്കും ആ ഒരു മൂഡ് തന്നെ. ഈ ഹൊറർ കോമഡി ഒക്കെ ബ്ലെൻഡ് ആവുന്നുണ്ടോ? വരുന്നേ ഉള്ളൂ, കഥയിലേക്ക് വരുന്നേ ഉള്ളൂ. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പടം വളരെ ഗുഡ് ആണ്. ഇതുവരെ കണ്ടത് ഫീൽ ഗുഡാ. ഫീൽ ഗുഡ്. അതൊക്കെ എങ്ങനെയുണ്ട്? ഒരു നിവിൻപോളി പടത്തിന്റെ ആ ഒരു ഫീൽ കോമഡി എല്ലാം വർക്ക് ആവുന്നുണ്ടോ? വർക്ക് ആവുന്നുണ്ട്. അവര് അജു വർഗീസ് നിവിൻപോളി കോംബോ ആണ് സൂപ്പർ. ഒരു വെറൈറ്റി, നമുക്ക് ആ ഒരു പഴയ ഒരു നിവിൻപോളി ഒരു ഫീൽ. ലാഗ് എന്തെങ്കിലും ഉണ്ടോ? ലാഗൊന്നുമില്ല, കൊള്ളാം, കുഴപ്പമില്ലെന്നേ ഉള്ളതോ? കൊള്ളാം, നല്ല രസമാണ്. ഫീൽ ഗുഡ് ആണോ കോമഡി ആണോ? ഫീൽ ഗുഡാണ്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട കോമഡി? കോമഡി തന്നെ. ആരോ കോമഡി? നിവിൻപോളിയുടെ അജു വർഗീസിന്റെ? നിവിൻപോളിയുടെ. കൂടെ പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആണോ കോമഡി ടൈപ്പ് ആണോ പോകുന്നത്? ഫീൽ ഗുഡ് ഉണ്ട്, കോമഡി ഉണ്ട്, ചിരിച്ചോണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. എല്ലാ കോമഡി വർക്ക് ആവുന്നുണ്ടോ? കുഴപ്പമില്ല. കോമഡി വർക്ക് ആവുന്നുണ്ട് നിവിൻപോളി അജു വർഗീസിന്റെ ഒക്കെ? ചെറിയ കോമഡി ഒക്കെ ഉള്ളു, വലിയ കോമഡി ഒന്നും. എന്നുവെച്ചാൽ ഫീൽ ഗുഡ് ടൈപ്പ് ആണോ? അതോ നമ്മുടെ അഖിൽ സത്യന്റെ വിഷ്വൽ പടം പോലെ തന്നെ ഉള്ളൊരു പടം. ലാഗ് ഉണ്ടോ? കുറച്ച് ലാഗ് ഉണ്ട് പടം. പക്ഷെ കണ്ടിരിക്കാമല്ലോ അല്ലേ? കണ്ടോണ്ടിരിക്കാം, വലിയ ഗുണമൊന്നും.